ഗൈസ് മീറ്റിംഗ് ചാലഞ്ച് ആയാലോ. ഫസ്റ്റ് ലെറ്റർ വന്നിരിക്കുന്നത് എം ആണ്. എം ഫോർ മാംഗോ ജ്യൂസ്. അടുത്ത ലെറ്റർ എ ആണ്. എ ഫോർ ആപ്പിൾ. ഐസ് വേണ്ട വേണ്ട, നമുക്ക് ഡിഫറൻറ്റ് പിടിക്കാം. എ ഫോർ അവക്കേടോ. അയ്യോ, അവക്കേടോ ഇവിടെ കൂടുതൽ കിട്ടത്തില്ലല്ലോ. അവക്കേടോ ജ്യൂസ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അയ്യേ, ഇതെന്താ ഇങ്ങനെ? എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വായിൽ വെക്കാൻ കൊള്ളൂല. ഇത് ഐഷു പറഞ്ഞ പോലെ വായിൽ വെക്കാൻ അത്രയ്ക്കും പോരാ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് വേണമെങ്കിൽ ഡയറ്റ് എടുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കാം. പിന്നെ എനിക്ക് ഡയറ്റ് എടുക്കേണ്ട അത്യാവശ്യം ഇല്ലല്ലോ, ഞാൻ ഓൾറെഡി സ്ലിം അല്ലേ. കണ്ടാലും മതി. ഇതിനാണോ നിങ്ങൾ വായിൽ വെക്കാൻ കൊള്ളത്തില്ല, ഡയറ്റ് എടുക്കുമ്പോൾ മാത്രം കുടിക്കാന്ന് എന്നല്ല പറഞ്ഞ്? എന്തൊരു ടേസ്റ്റ്, നല്ല ക്രീമി ആയിട്ട് ഇരിക്കുക. അതിൻ്റെ അകത്ത് നല്ല മുത്ത് പോലെ ഇരിക്കുന്ന അതിൻ്റെ മുത്തെല്ലാം സൂപ്പർ. അയ്യോ ചേച്ചി, ചേച്ചിയുടെ ഓവർ ആക്ടിങ് കണ്ട ആൾക്കാർ സ്കിപ്പ് അടിച്ചിട്ട് പോകും. അടുത്ത ലെറ്റർ ഏതാ? ഡി. ഞാൻ അമ്മേനെ വിളിക്കട്ടെ. നീ ഡി എന്ന് എന്നെ വിളിച്ചാൽ ഞാൻ നിന്നേക്കാളും മൂത്തതെന്ന് നിനക്കറിയാലോ. അതല്ല ചേച്ചി, ലെറ്റർ ഡി. ഡി വെച്ച ദോശ. അയ്യോ, എനിക്ക് തിന്നാൻ പറ്റത്തില്ല. ഇന്ന് ഐഷു ദോശ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് മാവ് ഞങ്ങളുടെ കയ്യിൽ തരാം. മാവൊന്നും തന്നില്ല, ചെറുതായിട്ട് വെന്തില്ല, അത്രയേ ഉള്ളൂ. ഡി വെച്ച് ഡോണറ്റ്. കൊള്ളാട്ടോ. പറഞ്ഞ ശരിയല്ലേ. അടുത്ത ലെറ്റർ എച്ച്. എച്ച് വെച്ച് ഹോട്ട് വാട്ടർ. ചൂടുവെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. എന്തൊരു ചൂടാ, നാക്ക് പൊള്ളി. അടുത്ത ലെറ്റർ അയ്യാണ്. ഐ ഫോർ ഐസ് വാട്ടർ. തണുത്ത വെള്ളം കുടിച്ചപ്പോഴാണ് എന്റെ നാക്ക് നല്ലോണായി. അടുത്ത ലെറ്റർ വി. വി വെച്ചിട്ട് കൂടുതൽ ആലോചിക്കേണ്ട, നമുക്ക് ഡിഫറെന്റ് പിടിക്കാം. വി ഫോർ വറുത്തമാവ്. ഇന്ന് ചെയ്ത പേര് മാതാവ്. നിങ്ങളുടെ പേര് ഇതുപോലെ ചെയ്യണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടൂ.